സോഡിയാക് PSC അക്കാദമി മുൻവർഷ PSC ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വസ്തുതകളും ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു സീരീസ് ആരംഭിക്കുകയാണ്. ഈ സീരീസിൽ വരാൻ പോകുന്ന LDC, LGS പരീക്ഷകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുക. ഇന്ന് ഈ ക്ലാസ്സിൽ ഖാദി ബോർഡ് LDC പ്രിലിംസ് സ്റ്റേജ് 2-ൽ നടന്ന PSC എക്സാമിന്റെ സയൻസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഖാദി ബോർഡ് LDC പ്രിലിംസ് സ്റ്റേജ് 2 11/11/2023 നടന്ന സയൻസ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം: മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏത്? മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം. ഓപ്ഷൻ എ പെരികാർഡിയം, ഓപ്ഷൻ ബി മെനിഞ്ചസ്, ഓപ്ഷൻ സി പ്ലൂറ, ഓപ്ഷൻ ഡി മൈലിൻ ഉറ. ആൻസർ ഓപ്ഷൻ ബി മെനിഞ്ചസ്. മനസ്സിലേക്ക് കൊണ്ടുവരിക. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏത് എന്നുള്ളതാണ്. ഉത്തരം മെനിഞ്ചസ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം മെനിഞ്ചസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ടുകൾ നോക്കാം. തലച്ചോർ, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന 3 സ്തരപാളികളുള്ള ആവരണമാണ് മെനിഞ്ചസ്. അപ്പൊ എന്താണ് മെനിഞ്ചസ് എന്ന് ചോദിച്ചാൽ തലച്ചോറ്, സുഷുമ്ന എന്നീ അവയവങ്ങളെ പൊതിഞ്ഞ്, അതായത് സംരക്ഷണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അതിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണത്തെ വിളിക്കുന്ന പേരാണ് മെനിഞ്ചസ്. 3 സ്തരപാളികളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് ആ സ്തരപാളികൾ നോക്കണ്ടേ? മെനിഞ്ചസിന്റെ ബാഹ്യസ്തരം അറിയപ്പെടുന്ന പേരാണ് ഡ്യൂറാമാറ്റർ. എന്തെന്ന് അറിയപ്പെടുക? ഡ്യൂറാമാറ്റർ. മെനിഞ്ചസിന്റെ മധ്യസ്തരം അറിയപ്പെടുന്നത് അരക്കനോയിഡ് എന്നാണ്. അരക്കനോയിഡ്. മെനിഞ്ചസിന്റെ ആന്തരസ്തരം പയാമാറ്റർ. അപ്പോ മെനിഞ്ചസിന്റെ ബാഹ്യസ്തരം ഡ്യൂറാമാറ്റർ, മെനിഞ്ചസിന്റെ മധ്യസ്തരം അരക്കനോയിഡ്, മെനിഞ്ചസിന്റെ ആന്തരസ്തരം പയാമാറ്റർ. അപ്പൊ മെനിഞ്ചസ് എന്താണ്? തലച്ചോറ്, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ആവരണമാണ് മെനിഞ്ചസ്. അതിന് 3 സ്തരപാളികളുണ്ട്. അതിന്റെ ഏറ്റവും പുറമേയുള്ള ബാഹ്യസ്തരം അറിയപ്പെടുന്നത് ഡ്യൂറാമാറ്റർ എന്നും, മധ്യസ്തരം അറിയപ്പെടുന്നത് അരക്കനോയിഡ് എന്നും, അതിന്റെ ആന്തരസ്തരം അറിയപ്പെടുന്നത് പയാമാറ്ററും എന്നാണ്. ഇപ്പൊ മെനിഞ്ചസ് തലച്ചോറിനെ, സുഷുമ്നേനെയും പൊതിഞ്ഞു സൂക്ഷിക്കുന്നു. 3 സ്തരപാളികളുണ്ട്. അതിന്റെ ബാഹ്യസ്തരം അറിയപ്പെടുന്നത് ഡ്യൂറാമാറ്റർ, അതിന്റെ മധ്യസ്തരം അരക്കനോയിഡ്, അതിന്റെ ആന്തരസ്തരം പയാമാറ്റർ. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നോക്കിയേ, ഇവിടെ ഞാൻ വേറെ കുറച്ച് ടേംസും കൂടി പറയുന്നുണ്ട്. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ചോദ്യത്തിൽ വരുന്ന ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഓപ്ഷനിൽ വരുന്ന 2-3 ടേംസ് മെനിഞ്ചസ് ഒഴികെയുള്ള ടേംസ് ആണ് പെരികാർഡിയം, പ്ലൂറ ആൻഡ് മൈലിനുറ. പെരികാർഡിയം, പ്ലൂറ ആൻഡ് മൈലിനുറ. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ഈ പെരികാർഡിയം, പ്ലൂറ, അതുപോലെ മൈലിനുറ എന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. മെനിഞ്ചസ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. തലച്ചോറിനെയും സുഷുമ്നെയും പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണമാണ് മെനിഞ്ചസ് എങ്കിൽ എന്താണ് പെരികാർഡിയം? ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരമുള്ള ആവരണത്തെ വിളിക്കുന്ന പേരാണ് പെരികാർഡിയം. പെരികാർഡിയം എന്താണ്? ഹൃദയത്തെ സംരക്ഷിക്കുന്ന ഇരട്ട സ്തരം. മെനിഞ്ചസ് എത്ര സ്തരം ഉണ്ടായിരുന്നു? 3 സ്തരം ഉണ്ടായിരുന്നു. ഹൃദയത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഈ പാളിക്ക് അല്ലെങ്കിൽ ഈ സ്തരത്തിന് ഇരട്ട സ്തരമാണുള്ളത്. അതിന്റെ പേരാണ്, ആ ആവരണത്തിന്റെ പേരാണ് പെരികാർഡിയം. ഓക്കെ. പെരികാർഡിയത്തിൽ ഇരട്ട സ്ഥലമുണ്ട്. ആ ഇൻബിറ്റ്വീൻ ആ പെരികാർഡിയത്തിൽ നിറഞ്ഞിരിക്കുന്ന ആ ദ്രവത്തിന്റെ പേരാണ് പെരികാർഡിയൽ ദ്രവം എന്നറിയപ്പെടും. എന്തെന്നറിയപ്പെടുക? പെരികാർഡിയൽ ദ്രവം. ഓക്കെ. അപ്പൊ പെരികാർഡിയത്തിനുള്ളിൽ എന്താ ഉള്ളത്? പെരികാർഡിയൽ ദ്രവമുണ്ട്. ഓക്കെ. ഇനി നോക്കൂ, നമ്മുടെ ഓപ്ഷനിലുള്ള അടുത്ത ആള് പ്ലൂറയാണ്. എന്താണ് പ്ലൂറ എന്ന് നോക്കിയാൽ ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്തരത്തിനെ വിളിക്കുന്ന പേരാണ് പ്ലൂറ. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്തരമുള്ള ആവരണത്തെ വിളിക്കുന്ന പേരാണ് പ്ലൂറ. ഓക്കെ. നാഡീകോശത്തിലെ ആക്സോണിനെ ആവരണം ചെയ്തിരിക്കുന്ന മൈലിൻ എന്ന കൊഴുപ്പ് നിറഞ്ഞ തിളങ്ങുന്ന വെള്ള നിറമുള്ള സ്തരമാണ് മൈലിൻ ഷീത്ത്. അപ്പോ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം,
തലച്ചോറിനെയും സുഷുമ്നെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണത്തിനെ വിളിക്കുന്ന പേര് മെനിഞ്ചസ് എന്നാണെങ്കിൽ, ഹൃദയത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണത്തെ നമ്മൾ പെരികാർഡിയം എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ശ്വാസകോശത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണത്തിനെ എന്ത് പേര് വിളിക്കും? അതാണ് പ്ലൂറ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരാൾ നാഡീകോശത്തിനെ കവർ ചെയ്തിരിക്കുന്ന, സംരക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ആക്സോണിന്റെ പാർട്ടിനെ സംരക്ഷിച്ചു വെച്ചിരിക്കുന്ന ആവരണത്തിനെ പറയുന്ന പേരാണ് മൈലിൻ ഷീത്ത്. ഓക്കെ, 4 പേരുകൾ: മെനിഞ്ചസ്, പെരികാർഡിയം, പ്ലൂറ ആൻഡ് മൈലിൻ ഷീത്ത്. മെനിഞ്ചസ് ആരെ പൊതിഞ്ഞാണ്? തലച്ചോറിനെ അല്ലെങ്കിൽ സുഷുമ്നയുടെ ഇരട്ട 3 സ്തരപാളിയാണ്, 3 സ്തരങ്ങളുള്ള പാളിയാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ ഹൃദയത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണത്തെ എന്ത് പേരിട്ട് വിളിച്ചു? പെരികാർഡിയം എന്ന് പറഞ്ഞു. ശ്വാസകോശത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലത്തിനെ നമ്മൾ എന്ത് വിളിച്ചു? പ്ലൂറ എന്ന് വിളിച്ചു. അവസാനം പറയാണ്, നാഡീകോശത്തിലെ ആക്സോണിനെ ആവരണം ചെയ്തിരിക്കുന്ന ആ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറിനെ വിളിക്കുന്ന പേരാണ് മൈലിൻ ഷീത്ത്. അതിന്റെ പ്രത്യേകത എന്താണ്? തിളങ്ങുന്ന വെള്ള നിറമുള്ള ഒരു സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു പിക്ചറിന്റെ സഹായത്തോടു കൂടി നോക്കിയാൽ അറിയാം. ഇതാണ് ബ്രെയിനിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ആ 3 സ്തരമുള്ള ആ പാളിയെ അല്ലെങ്കിൽ ആവരണത്തിനെ വിളിക്കുന്ന പേരെന്താന്ന് പറഞ്ഞേ? മെനിഞ്ചസ് എന്നാ പറഞ്ഞേ. മെനിഞ്ചസിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമാണ് ഡ്യൂറാമാറ്റ്. അതിന്റെ മിഡായിട്ട്, അതായത് മിഡിലായിട്ട് മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്ന അരക്നോയിഡ് എന്ന് പറയും. ആൻഡ് ഏറ്റവും താഴെയായിട്ട് കാണപ്പെടുന്ന, താഴെ മീൻസ് അതിന്റെ ആന്തരഭാഗം എന്ന് പറയുന്നതാണ് പയാമാറ്റോ എന്ന് പറയും. ഓക്കെ, ആൻഡ് പിന്നെ നമ്മൾ പറഞ്ഞത് പെരികാർഡിയത്തെ പറ്റിയിട്ടാണ്. പെരികാർഡിയം എന്ന് പറയുന്നത് എന്താണ്? പെരികാർഡിയം ഹൃദയത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഒരു ഇരട്ട സ്ഥലമാണ്. ഇതെല്ലാത്തിൻ്റെയും ലക്ഷ്യം എന്താണ്? പ്രൊട്ടക്ഷൻ തന്നെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവയവങ്ങളാണ്. ആ ഓരോ അവയവങ്ങളെയും സംരക്ഷിച്ച് നിർത്തുന്നത്, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന പർപ്പസും ന്യൂട്രിറ്റീവ് പർപ്പസും ഒക്കെ കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ആവരണങ്ങളാണ്. പിന്നെ നമ്മൾ പറഞ്ഞ മൈലിൻ ഷീത്ത്. മൈലിൻ ഷീത്ത് എന്ന് പറഞ്ഞാൽ അതെന്താണ്? നമ്മുടെ ന്യൂറോണിനെ, നമ്മുടെ നാഡീകോശത്തെ പൊതിഞ്ഞ് അതിനെ സംരക്ഷിക്കുന്ന ആവരണമാണ്. വെളുത്ത നിറത്തിലുള്ള തിളങ്ങുന്ന ആവരണത്തെ വിളിക്കുന്ന പേരാണ് മൈലിൻ ഷീത്ത് എന്ന് വിളിക്കുന്നത്. പിന്നീട് പറഞ്ഞത് പ്ലൂറയാണ്. പ്ലൂറ എന്ന് പറയുന്നത് എന്താണ്? ശ്വാസകോശത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ആ ഒരു ആവരണമാണ്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. 3 ടൈമും ക്ലിയർ ആയോ? ഒന്നാമത് പറഞ്ഞത് മെനിഞ്ചസ്, പിന്നെ പറഞ്ഞു പെരികാർഡിയം, പിന്നെ പറഞ്ഞു പ്ലൂറ, പിന്നെ പറഞ്ഞു മൈലിൻ ഷീത്ത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, ഒരു ബാക്ടീരിയ രോഗമല്ലാത്തതേത്? താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗമല്ലാത്തത്, ബാക്ടീരിയ പരത്തുന്ന അല്ലെങ്കിൽ ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്നതല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ എലിപ്പനി, ഓപ്ഷൻ ബി ഡിഫ്തീരിയ, ഓപ്ഷൻ സി ക്ഷയം, ഓപ്ഷൻ ഡി ഹെപ്പറ്റൈറ്റിസ്. ആൻസർ ഓപ്ഷൻ ഡി ഹെപ്പറ്റൈറ്റിസ്. ബാക്ടീരിയ രോഗമല്ല. അങ്ങനെയാണെങ്കിൽ എലിപ്പനിയും ഡിഫ്തീരിയയും ക്ഷയവും ഒക്കെ എന്താണ്? എക്സാമ്പിൾ ഫോർ ബാക്ടീരിയൽ ഡിസീസസ് ആണ്. ബാക്ടീരിയ കോസിങ് ഡിസീസസ് ആണ് എന്തെന്ന് പറയുന്നത്? എലിപ്പനി, ഡിഫ്തീരിയ, ക്ഷയം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക് പോയാലോ? എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ. ഓർത്തിരിക്കണേ, എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്? ലെപ്റ്റോസ്പൈറ. എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ. ഡിഫ്തീരിയക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണെന്ന് ഓർത്ത് നോക്കിയേ. ഡിഫ്തീരിയക്ക് കാരണമാകുന്ന ബാക്ടീരിയ കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയേ. എന്തുവാണ്? കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയേ. ഡിഫ്തീരിയക്ക് കാരണമാകുന്ന ബാക്ടീരിയ ആണ് കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയേ. ക്ഷയത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് എന്തിന് കാരണമാകുന്നത്? ക്ഷയത്തിന് കാരണമാകുന്ന ബാക്ടീരിയ. അപ്പോ ചോദ്യം ഇതായിരുന്നു, താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഒരു ബാക്ടീരിയ കാരണം രോഗകാരി അല്ലാത്തത് ഏതെന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിന് ഉത്തരം നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ആണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവിടെ ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങൾക്ക്
നമുക്ക് ഉദാഹരണങ്ങളായ എലിപ്പനി, ഡിഫ്തീരിയ, ക്ഷയം, അങ്ങനെയാണ് ഏതെല്ലാം ബാക്ടീരിയകളാണ് അതിന് കാരണമെന്ന് നോക്കിയാൽ എലിപ്പനിക്ക് കാരണം ലെപ്റ്റോസ്പൈറ, ഓർത്തിരുന്നേ, എലിപ്പനിക്ക് കാരണം ലെപ്റ്റോസ്പൈറ. ഡിഫ്തീരിയക്ക് കാരണം കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ, ഡിഫ്തീരിയ കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ. റിപ്പീറ്റ് മനസ്സിൽ പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ക്ഷയത്തിന് കാരണമാകുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്തിന് കാരണമാകുന്ന ബാക്ടീരിയ ആണ്? ക്ഷയത്തിന് കാരണമാകുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം, എലിപ്പനിക്ക് ലെപ്റ്റോസ്പൈറ, ഡിഫ്തീരിയ കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ, ക്ഷയത്തിന് കാരണമാകുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എന്തുകൊണ്ടല്ല എന്ന് നോക്കണ്ടേ? ഹെപ്പറ്റൈറ്റിസ് നമുക്കറിയാം കരളിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. പക്ഷേ വൈറസ് മൂലവും എന്ത് വന്നേക്കാം? ഈ ഹെപ്പറ്റൈറ്റിസിന്റെ വകഭേദങ്ങളുണ്ട്. അതിൽ വൈറസ് മൂലം പരത്തുന്ന ഹെപ്പറ്റൈറ്റിസും ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് കൂടാതെ എന്താ പറയുക, നമുക്ക് കുറച്ച് ബാക്ടീരിയൽ ഡിസീസസ്, ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഡിസീസസ് നോക്കാം. അതിൽ ഒന്നാമത്തെ ഡിസീസ് പറഞ്ഞിരിക്കുന്നത് കുഷ്ഠമാണ്. ഏതാണ് ഡിസീസ് പറഞ്ഞിരിക്കുന്നത്? കുഷ്ഠം. ഒന്നാമത്തെ ഡിസീസ് പറഞ്ഞിരിക്കുന്നത് കുഷ്ഠമാണ്. കുഷ്ഠം പരത്തുന്നത് ഏതാന്ന് നോക്കിക്കേ, മൈക്കോബാക്ടീരിയം ലെപ്രേ. ഓർത്തിരിക്കണേ, മൈക്കോബാക്ടീരിയം ലെപ്രയാണ് കുഷ്ഠം. കുഷ്ഠരോഗത്തിന് കാരണം എന്താണ്? മൈക്കോബാക്ടീരിയം ലെപ്രേ. മൈക്കോബാക്ടീരിയം ലെപ്രേ കുഷ്ഠരോഗത്തിന് കാരണമാകുന്നു. ടൈഫോയിഡിന് കാരണമാകുന്നത് ഏതാണ്? ടൈഫോയിഡിന് കാരണമാകുന്നത് ഏതാണ്? സാൽമോണെല്ല ടൈഫി. ഏതാണ് കാരണമാകുന്നത്? സാൽമോണെല്ല ടൈഫി. ഓർത്തിരുന്നേ, കുഷ്ഠത്തിന് കാരണം മൈക്കോബാക്ടീരിയം ലെപ്രേ, ടൈഫോയിഡിന് കാരണം സാൽമോണെല്ല ടൈഫി, ടെറ്റനസിന് കാരണം ക്ലോസ്ട്രീഡിയം ടെറ്റനി. എന്താണ് കാരണം? ക്ലോസ്ട്രീഡിയം ടെറ്റനി. അപ്പൊ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്താ പറയാ, ഇത് ഓർത്തിരിക്കണം. കുഷ്ഠം മൈക്കോബാക്ടീരിയം ലെപ്രേ, ടൈഫോയിഡ് സാൽമോണെല്ല ടൈഫി, ടെറ്റനസ് ക്ലോസ്ട്രീഡിയം ടെറ്റനി. ഓക്കെ, എലിപ്പനി ലെപ്റ്റോസ്പൈറയാണ് കോസിംഗ് ഓർഗാനിസം. ഡിഫ്തീരിയക്ക് കാരണമാകുന്ന കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയാണ്. ക്ഷയത്തിന് കാരണമാകുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാണ്? കുഷ്ഠം. കുഷ്ഠത്തിന് കാരണം മൈക്കോബാക്ടീരിയം ലെപ്രേ, ടൈഫോയിഡിന് കാരണം സാൽമോണെല്ല ടൈഫി, ടെറ്റനസിന് കാരണം ക്ലോസ്ട്രീഡിയം ടെറ്റനി. ക്ലിയർ? ഇനി ഡിഫ്തീരിയക്ക് കാരണം കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ, കോളറയ്ക്ക് കാരണം വിബ്രിയോ കോളറെ. എന്താണ്? ഡിഫ്തീരിയക്ക് കാരണം കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ, കോളറയ്ക്ക് കാരണം എന്താണ്? വിബ്രിയോ കോളറെ. ഓക്കെ, നമ്മൾ ഡിഫ്തീരിയ ഓൾറെഡി അവിടെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബാക്ടീരിയൽ ഡിസീസസും അത് പരത്തുന്ന ആ ബാക്ടീരിയന്റെ പേരുകളുമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓർത്തിരിക്കണം. നമ്മുടെ ഒരു ചോദ്യം താഴെ, ആ ചോദ്യത്തിന്റെ പാറ്റേൺ ഒന്ന് ശ്രദ്ധിക്കുക. താഴെ പറയുന്ന രോഗങ്ങളിൽ ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന രോഗമല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചിരിക്കണം? ബാക്ടീരിയൽ ഡിസീസസ് ഏത്, അതല്ലാതെ വൈറസ് ഡിസീസസ് ഏത്, പ്രോട്ടോസോവ പരത്തുന്ന ഡിസീസസ് ഏതൊക്കെ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. നമ്മൾ കുറച്ച് ഓർഗാനിസത്തിന്റെ പേരുകൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യമാണ്, അയഡിന്റെ അഭാവത്തിൽ തൈറോക്സിൻ ഉൽപാദനം തടസ്സപ്പെടുന്നു. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ തൈറോയിഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ അവസ്ഥയാണ് ഓപ്ഷൻ എ ഹൈപ്പർ തൈറോയിഡിസം, ഓപ്ഷൻ ബി ഹൈപ്പോ തൈറോയിഡിസം, ഓപ്ഷൻ സി ഗോയിറ്റർ, ഓപ്ഷൻ ഡി ക്രെട്ടിനിസം. ചോദ്യം ഇതാണ്, അയഡിന്റെ അഭാവത്തിൽ തൈറോക്സിന്റെ ഉൽപാദനം തടസ്സപ്പെടുന്നു. അങ്ങനെ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ തൈറോയിഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ അവസ്ഥ എന്താണ്? ഈ അവസ്ഥയാണ് ഗോയിറ്റർ എന്നറിയപ്പെടുന്നത്. അയഡിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത്? തൈറോയിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗമാണ് ഗോയിറ്റർ. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ടുകൾ നോക്കിയാൽ, ശ്വാസനാളത്തിന്റെ ഇരുവശത്തുമായി സ്ഥിതി ചെയ്യുന്ന രണ്ട് ദളങ്ങളോട് കൂടിയ ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. നോക്കിയേ, ഇത് കണ്ടോ, പടത്തിൽ കാണിച്ചിട്ടുണ്ട്. തൈറോയിഡ് ഗ്ലാൻഡ്, അതായത് നമ്മുടെ ശ്വാസനാളത്തെ താഴ്ത്തോട്ട് പോകുന്ന ശ്വാസനാളമാണ്. ആ ശ്വാസനാളത്തിന്റെ ഇരുവശങ്ങളിലുമായി കാണപ്പെടുന്ന രണ്ട് ദളങ്ങളോട് കൂടിയ, റൈറ്റ് ലോബും ലെഫ്റ്റ് ലോബും കാണിച്ചിട്ടുണ്ട്, രണ്ട് ദളങ്ങളോട് കൂടിയ ഗ്രന്ഥിയാണ് എന്തെന്ന് പറയുന്നത്? തൈറോയിഡ് ഗ്രന്ഥി. അപ്പൊ തൈറോയിഡ് എന്താണ്? തൈറോയിഡ് എന്ന് പറയുന്നത് ശ്വാസനാളത്തിന്റെ ഇരുവശത്തുമായി സ്ഥിതി ചെയ്യുന്ന രണ്ട് ദളങ്ങളോ രണ്ട് ലോബോട് കൂടിയ ആ ഗ്രന്ഥിയെ വിളിക്കുന്ന പേരാണ് തൈറോയിഡ് ഗ്രന്ഥി. ഓക്കെ,
ഈ തൈറോയ്ഡ് ഗ്രന്ഥി 2 ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ 2 ഹോർമോണുകളുടെ പേരാണ് ഒന്ന് തൈറോക്സിനും രണ്ടാമത്തെ ആള് കാൽസിറ്റോണിനും. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിറ്റോണിനും. ഓർത്തിരുന്നേ, തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകൾ ഏതൊക്കെയാണ്? തൈറോക്സിനും കാൽസിറ്റോണിനും. അതില് തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയെ നമുക്കറിയാം. കുറയുക എന്ന് പറഞ്ഞാൽ ഹൈപ്പോ, എപ്പോഴും ഓർക്കുക, ഹൈപ്പോ, കുറയുന്ന അവസ്ഥ, ഹൈപ്പോ തൈറോയിഡിസം. അപ്പോ തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയെ എന്ത് വിളിക്കും? ഹൈപ്പോ തൈറോയിഡിസം എന്ന് വിളിക്കും. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയെ എന്ത് വിളിക്കും? ഹൈപ്പോ, കുറയുന്ന അവസ്ഥ, ഹൈപ്പോ തൈറോയിഡിസം. ഓക്കെ. തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ്, കൂടുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്രീസ് ചെയ്യുക. കൂടുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹൈപ്പർ തൈറോയിഡിസം. തൈറോയിഡിന്റെ ഉൽപാദനം കുറഞ്ഞാൽ അത് ഹൈപ്പോ തൈറോയിഡിസവും, കൂടിയാൽ അതെന്തായി മാറും? ഹൈപ്പർ തൈറോയിഡിസവും ആകും. ഈ മനുഷ്യനിലെ ഏറ്റവും വലിയൊരു അന്തസ്രാവി ഗ്രന്ഥിയാണ് എന്ത്? തൈറോയിഡ് ഗ്രന്ഥി. മനുഷ്യന്റെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥികളാണ് അന്തസ്രാവി ഗ്രന്ഥികൾ എന്ന് പറയുന്നത്. ആ അന്തസ്രാവി ഗ്രന്ഥികളിൽ ഏറ്റവും വലിയ ഗ്രന്ഥിയായിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥിയാണ്. ഓക്കെ. അപ്പൊ തൈറോയിഡിന്റെ അതായത് തൈറോയിഡ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളുണ്ട്, തൈറോക്സിനും കാൽസിറ്റോണിലും. അതിൽ തൈറോക്സിന്റെ ഉൽപാദനം കുറഞ്ഞാൽ അത് ഹൈപ്പോ തൈറോയിഡിസം എന്ന അവസ്ഥയിലേക്കും, തൈറോക്സിന്റെ ഉൽപാദനം കൂടിയാൽ അത് ഹൈപ്പർ തൈറോയിഡിസം എന്ന അവസ്ഥയിലേക്കുമാണ് കൊണ്ടെത്തിക്കുക. ഇനി നോക്കിയേ, 2 ഡിസീസസും കൂടി നോക്കണം. ക്രെട്ടിനിസവും മിക്സഡിമയും. എന്താണ്? ക്രെട്ടിനിസവും മിക്സഡിമയും. ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികളിൽ, ശ്രദ്ധിക്കണേ, കുട്ടികളിൽ ഉണ്ടാകുന്ന ബുദ്ധിമാന്ദ്യം, ഓക്കെ, അല്ലെങ്കിൽ വളർച്ചാ മുരടിപ്പ്, അതിനും ആ രോഗത്തിനെ വിളിക്കുന്ന പേരാണ് ക്രെട്ടിനിസം എന്ന് വിളിക്കും. എന്തുവാ? ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴോ തൈറോക്സിന്റെ കുറവ്, അതായത് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ കുറവ് മൂലം എന്ത് സംഭവിക്കും? കുട്ടികളിൽ ബുദ്ധി വളർച്ച കുറവും അതുപോലെ തന്നെ അവരുടെ നോർമൽ ഗ്രോത്ത് റേറ്റും എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. വളർച്ചയ്ക്ക് ഒരു മുരടിപ്പും ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ക്രെട്ടിനിസം. ഇതെന്താ വിളിക്കുക? ക്രെട്ടിനിസം. ഓക്കെ. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളിലാണ് നമ്മൾ ക്രെട്ടിനിസം പറഞ്ഞതെങ്കിൽ തൈറോക്സിന്റെ തുടർച്ചയായിട്ടുള്ള കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ്, മുതിർന്നവരിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? മിക്സഡിമ. എന്തെന്നാ പറയാ? മിക്സഡിമ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? അയഡിന്റെ കുറവ് മൂലം തൈറോയിഡ് ഗ്രന്ഥി തൈറോക്സിന്റെ ഉൽപാദനം കൂട്ടാൻ വേണ്ടി അമിതമായി വളരുന്ന അവസ്ഥയെയാണ് നമ്മൾ ഗോയിറ്റർ എന്ന് പറയുന്ന ഡിസീസ് പറഞ്ഞത്. തൈറോയിഡ് ഗ്രന്ഥി 2 ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൽ തൈറോക്സിൻ ഉണ്ട്, കാൽസിറ്റോണിനും ഉണ്ട്. തൈറോക്സിന്റെ അളവ് കൂടിയാൽ അത് ഹൈപ്പർ തൈറോയിഡിസവും, കുറഞ്ഞാൽ അത് ഹൈപ്പോ തൈറോയിഡിസവുമായിട്ട് അതിന് കാരണമാകും. അതുപോലെ തന്നെ കുട്ടികളില് അതിന്റെ ഭ്രൂണാവസ്ഥയിലോ അല്ലെങ്കിൽ ശിശുവായിട്ടിരിക്കുന്ന അവസ്ഥയിലോ തൈറോക്സിന്റെ അളവ് കുറയുന്നതാണെങ്കിൽ അത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന ആ രോഗാവസ്ഥയെ പറയുന്ന പേരാണ് ക്രെട്ടിനിസം എന്ന് പറയുന്നത്. ഇതേ അവസ്ഥ മുതിർന്നവരിൽ വന്നാൽ, അതായത് തൈറോക്സിന്റെ തുടർച്ചയായിട്ടുള്ള കുറവ് മുതിർന്നവരിൽ വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മിക്സഡിമ. മനസ്സിലായോ? ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം. കൈക്കുഴ, കാൽക്കുഴ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏത്? ഓപ്ഷൻ എ ഗോളര സന്ധി, ഓപ്ഷൻ ബി വിജാഗിരി സന്ധി, ഓപ്ഷൻ സി തെന്നി നീങ്ങുന്ന സന്ധി, ഓപ്ഷൻ ഡി കീലസന്ധി. ഓക്കെ. ഉത്തരം തെന്നി നീങ്ങുന്ന സന്ധിയാണ്. അപ്പൊ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടുകൾ നോക്കിയാൽ 2 അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സന്ധികൾ എന്ന് വിളിക്കുക. 2 അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെ വിളിക്കുന്നതാണ് സന്ധികൾ എന്ന് പറയുന്നത്. സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഭാഗമാണ് ക്യാപ്സ്യൂൾ. സന്ധികളെ കുറിച്ചുള്ള പഠനം ആർത്രോളജി. ഓർത്തിരിക്കണേ, 3 കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് സന്ധി? 2 അതിലധികമോ അസ്ഥികൾ ചേരുന്നിടത്ത് വരുന്ന ആ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് സന്ധി. ആ സന്ധികളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം അല്ലെങ്കിൽ അതിനെ സൂക്ഷിക്കുന്ന ഭാഗമാണ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. സന്ധികളെ കുറിച്ചുള്ള പഠനമാണ് ആർത്രോളജി. എന്താ പറയാ? ആർത്രോളജി.
കൈക്കുഴ, കാൽക്കുഴ തുടങ്ങിയവയിൽ കാണപ്പെടുന്ന സന്ധി ഏതെന്നായിരുന്നു ചോദ്യം. ഉത്തരം തെന്നി നീങ്ങുന്ന സന്ധിയാണ്. എന്താണിതെന്ന് നോക്കിയാൽ ഒരസ്ഥിക്ക് മുകളിൽ മറ്റൊന്ന് തെന്നി നീങ്ങുന്നത്, പേരിൽ സൂചിപ്പിക്കുന്ന പോലെ തെന്നി നീങ്ങുന്ന രീതിയിൽ, ഒരസ്ഥിക്ക് മുകളിൽ ഒരെണ്ണം തെന്നി നീങ്ങുന്ന രീതിയിലുള്ള ആ ഒരു സന്ധിയെ വിളിക്കുന്ന പേരാണ് തെന്നി നീങ്ങുന്ന സന്ധി. ഓക്കെ, പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നത് വിജാഗിരി സന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഓപ്ഷനായിട്ട് വിജാഗിരി സന്ധി പറയുന്നുണ്ട്. അതും കൈമുട്ട്, കാൽമുട്ട് എന്നീ ശരീരഭാഗങ്ങളിലാണ് കാണപ്പെടുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി. വിജാഗിരി പോലെ ഒരു വശത്തേക്കുള്ള ചലനം മാത്രം സാധ്യമാക്കുന്ന സന്ധിയാണ് എന്തെന്ന് പറയുന്നത്, വിജാഗിരി സന്ധി എന്ന് പറയുന്നത്. ഒരു വശത്തേക്കുള്ള മാത്രം ചലനം സാധ്യമാക്കുന്ന സന്ധിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വിജാഗിരി സന്ധി എന്ന് വിളിക്കുന്നത്. കീലസന്ധി ഓപ്ഷനിൽ ഉണ്ടായിരുന്നതാണ്. നാനാവശത്തേക്ക് തിരിക്കാൻ കഴിയുന്നതാണ്. നട്ടലിന്റെ ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന ഭാഗം നട്ടലിന്റെ അറ്റ്ലസ്, ആക്സിസ് എന്നീ കശേരുക്കൾക്കിടയിലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, കീലസന്ധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് സന്ധികൾ എന്ന് നോക്കി വെക്കുക. അതുമായിട്ട് അത് എവിടെയൊക്കെ കാണപ്പെടുന്നു നോക്കി വെക്കുക. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അഞ്ചാമത്തെ ചോദ്യം, കേരളത്തിൽ ശിശു മാതൃമരണ നിരക്കുകൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ശലഭം പദ്ധതി, ഓപ്ഷൻ ബി ഹൃദ്യം പദ്ധതി, ഓപ്ഷൻ സി ശ്രദ്ധ പദ്ധതി, ഓപ്ഷൻ ഡി സ്നേഹപൂർവം പദ്ധതി. ഉത്തരം ഓപ്ഷൻ എ ശലഭം പദ്ധതിയാണ്. കേരളത്തിൽ ശിശു മാതൃമരണ നിരക്കുകൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തി വരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം, കുഞ്ഞുമക്കളിൽ എന്തെങ്കിലും ചെറിയ ഡിഫക്റ്റുകളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ഡിസീസുകളുണ്ടോ, അവർക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നടത്തി വരുന്ന സ്ക്രീനിങ് പ്രോഗ്രാം അറിയപ്പെടുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ആ ഒരു പദ്ധതിയുടെ പേരാണ് ശലഭം പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, ശലഭം പദ്ധതി എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പറഞ്ഞു, ചെറിയ ശിശുക്കളിൽ അവരുടെ എന്തെങ്കിലും ഇൻബോൺ എററോ മെറ്റബോളിസം ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന പരിപാടിയാണ്, ആ ഒരു പദ്ധതിയാണ്. അതിൽ എന്തൊക്കെയാണ് പരിശോധനകൾ നടത്തുന്നതെന്ന് നോക്കിയാൽ വിസിബിൾ ബർത്ത് ഡിഫക്റ്റ് നോക്കും. അതായത് ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ തന്നെ കുട്ടികളെ പരിശോധിച്ച് നോക്കും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും വിസിബിൾ ആയിട്ടുള്ള ഡിഫക്ട്സ് ഉണ്ടോ എന്ന് നോക്കുക. അതാണ് വിസിബിൾ ബർത്ത് ഡിഫക്ട്സ് ഉണ്ടോ എന്ന് നോക്കുക. രണ്ടാമത്തത് പൾസ് ഓക്സിമെട്രിക് സ്ക്രീനിങ് ആണ്. അതായത് ജന്മനായുള്ള ഹൃദ്രോഗ ബാധ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നടത്തുന്നതാണ് പൾസ് ഓക്സിമെട്രിക് സ്ക്രീനിങ് എന്ന് പറഞ്ഞ. ഇതെല്ലാം ശലഭം പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അടുത്തത് OAE എന്ന് പറഞ്ഞാൽ ഓട്ടോ അക്കൗസ്റ്റിക് എമിഷൻ എന്നാണ് പറയാം. അതായത് നമ്മുടെ ആന്തരകർണത്തിന്റെ ശബ്ദത്തോടുള്ള, അതായത് കുഞ്ഞുങ്ങളുടെ കേൾവി പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണ്. അതിന്റെ പേര് OAE ഓട്ടോ അക്കൗസ്റ്റിക് എമിഷൻ എന്ന് പറയും. ഓക്കെ, ദെൻ IEM ഇൻബോൺ എറേഴ്സ് ഇൻ മെറ്റബോളിസം, അതായത് മെറ്റബോളിക് അസുഖങ്ങൾ എന്തെങ്കിലും ഇൻബോൺ ആയിട്ട് തന്നെ കുട്ടിക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഇതെല്ലാം നടത്തുന്നത് ഏത് പദ്ധതിയിലൂടെയാണ്? ശലഭം പദ്ധതിയിലൂടെയാണ്. ഓക്കെ, ആ ശലഭം പദ്ധതിയുടെ കൂടെ നമ്മൾ ഹൃദ്യം പദ്ധതി ഓപ്ഷനിൽ ഉണ്ടായിരുന്നു, ശ്രദ്ധാ പദ്ധതി ഉണ്ടായിരുന്നു, സ്നേഹപൂർവം പദ്ധതി ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ഈ ശലഭം പദ്ധതി കൊണ്ടുവന്നത് ഏതിന്റെ ഭാഗമായിട്ടാണെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ ബാൽ സ്വസ്ഥ്യ കാര്യക്രമിന്റെ ഭാഗം അല്ലെങ്കിൽ RBSKന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ഈ ശലഭം പദ്ധതി. രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം എന്ന് പറയുന്ന RBSK എന്ന് പറയുന്ന പദ്ധതിന്റെ കീഴിൽ വരുന്ന ഒരു പദ്ധതിയാണ് എന്ന് പറയുന്നത് ശലഭം പദ്ധതി. കുട്ടികൾക്കുള്ള ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം, അവരുടെ കേൾവി, അവരുടെ ഹൃദ്രോഗം, അതുപോലെ അവരുടെ മെറ്റബോളിക് അസുഖങ്ങൾ, ഇതെല്ലാം പരിശോധിക്കുന്ന ആ ഒരു പദ്ധതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ശലഭം പദ്ധതി. അങ്ങനെയാണ് ഹൃദ്യം പദ്ധതി എന്താണെന്ന് നോക്കാം. അതായത് 18 വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ദേശീയ ആരോഗ്യ മിഷന്റെ ഭാഗമായ പദ്ധതിയാണ് എന്ത് ഹൃദ്യം പദ്ധതി എന്ന് പറയുന്നത്. ഓർത്തിരിക്കണേ, 18 വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന ദേശീയ ആരോഗ്യ മിഷന്റെ കീഴിലുള്ള പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ഹൃദ്യം. ഹൃദയവുമായി ബന്ധപ്പെട്ട കുട്ടികളിലുള്ളതാണ്, ഓർത്തിരിക്കുക. അടുത്ത പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. അനാഥരും സംരക്ഷണ ആവശ്യമുള്ളതുമായ കുട്ടികളെ കണ്ടെത്തുകയും അവർക്ക് പോഷകാഹാരം, പ്രാഥമിക വിദ്യാഭ്യാസം എന്നിവയും നൽകുന്ന അല്ലെങ്കിൽ ഉറപ്പാക്കുകയും ചെയ്യുന്ന പദ്ധതിനെയാണ് എന്ത് വിളിക്കുക സ്നേഹപൂർവം പദ്ധതി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ശലഭം പദ്ധതി എന്താണെന്ന് പറഞ്ഞു, ഹൃദ്യം പദ്ധതി പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ സ്നേഹപൂർവം പദ്ധതി പറഞ്ഞു. ഓക്കെ, ഇനി
ഇനി ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ആറാമത്തെ ചോദ്യം, പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കാഴ്സന്റെ പുസ്തകം ഏത്? പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കാഴ്സന്റെ പുസ്തകം ഏത്? ഓപ്ഷൻ എ ഒറ്റ വൈക്കോൽ വിപ്ലവം, ഓപ്ഷൻ ബി നിശബ്ദ വസന്തം, ഓപ്ഷൻ സി ഒരു കുരുവിയുടെ പതനം, ഓപ്ഷൻ ഡി ഭൂമി നഷ്ടപ്പെടുന്നു. ഓർത്തിരിക്കണേ, റേച്ചൽ കാഴ്സന്റെ പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന പുസ്തകമാണ് നിശബ്ദ വസന്തം, ദ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന ബുക്ക്. ഓക്കെ, റേച്ചൽ കാഴ്സൺ എന്ന് പറയുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു ബയോളജിസ്റ്റ് ആണ്, അമേരിക്കൻ ബയോളജിസ്റ്റ് ആണ് അവര്. റേച്ചൽ കാഴ്സൺ എന്ന് പറയുന്നത് DDT ഉൾപ്പെടെയുള്ള കീടനാശിനികൾക്കെതിരെ പ്രവർത്തിച്ച ഒരു പരിസ്ഥിതി പ്രവർത്തക കൂടിയാണ്. ഇതില് ഈ നിശബ്ദ വസന്തം എന്താണ്, റേച്ചൽ കാഴ്സന്റെ ബുക്കായ നിശബ്ദ വസന്തം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ബൈബിൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് അറിയപ്പെടുന്നത്? പ്രകൃതിയുടെ ബൈബിൾ എന്നാണ് റേച്ചൽ കാഴ്സൺ എന്ന് പറയുന്ന അമേരിക്കൻ ബയോളജിസ്റ്റിന്റെ പുസ്തകം ആയ ഭാരതപ്പുഴ, ഓപ്ഷൻ സി ഭവാനി, ഓപ്ഷൻ ഡി പാമ്പാർ. എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴയാണ്. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ കോട്ടയം, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി കാസർഗോഡ്, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ആൻസർ ഓപ്ഷൻ സി കാസർഗോഡ്. ഓർത്തിരിക്കണേ, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. അടുത്ത ചോദ്യം, 2021 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ഓപ്ഷൻ എ പ്രകൃതിക്കായി ഈ സമയം, ഓപ്ഷൻ ബി വായു മലിനീകരണത്തെ പ്രതിരോധിക്കൽ, ഓപ്ഷൻ സി പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക, ഓപ്ഷൻ ഡി പരിസ്ഥിതി പുനഃസ്ഥാപനം. ഉത്തരം ഓപ്ഷൻ ഡി പരിസ്ഥിതി പുനഃസ്ഥാപനം എന്നുള്ളതായിരുന്നു 2021. 2022 ഒരു ഭൂമി മാത്രം, 2023 പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക. ഓക്കെ, 2022 ഒരു ഭൂമി മാത്രം എന്നുള്ളതായിരുന്നു, പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നുള്ളതാണ് 2023. അങ്ങനെയാണ് 10ാമത്തെ ചോദ്യത്തിലേക്ക് പോയാൽ, ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള ഒരു നെല്ലിനത്തിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ജയ, ഓപ്ഷൻ ബി ആര്യൻ, ഓപ്ഷൻ സി ഏഴോം, ഓപ്ഷൻ ഡി രമ്യ. ഓക്കെ, അപ്പോൾ കാർഷിക വിളകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇവിടെ അത്യുൽപാദന ശേഷിയുള്ള ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന നെല്ലിൻ്റെ ഒരു ഇനമാണ് ഏഴോം എന്ന് പറയുന്നത്. ഓർത്തിരിക്കണേ, ഏഴോം. 11ാമത്തെ ചോദ്യം, ഇത് ഇനി തൊട്ട് കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തുക. കുറച്ച് ജോഡികൾ ഇവിടെ തന്നിട്ടുണ്ട്. ആ ജോഡികളിൽ നിന്ന് ശരിയായത് ഏതാണെന്നാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. നോക്കിയേ, ഒന്നാമത്തത് ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ കാണിച്ചിരിക്കുന്നത് നെഗറ്റീവ് ചാർജ് എന്നാണ്. 2 പ്രോട്ടോൺ ചാർജ് ഇല്ല, 3 പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, 4 ന്യൂട്രോൺ നെഗറ്റീവ് ചാർജ്. ഇനി ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ, ഓപ്ഷൻ എ 1, 3, ഓപ്ഷൻ ബി 1 മാത്രം, ഓപ്ഷൻ സി 2, 3, ഓപ്ഷൻ ഡി 1, 4. ഉത്തരം ഏതാണെന്ന് നോക്കിയേ. ഓപ്ഷൻ എ 1, 3, അതായത് ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആൻഡ് 3 പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്. ഇതാണ് എന്തെന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ, നോക്കിയേ, എന്താണ് ആറ്റം? ഒരു പദാർത്ഥത്തിന്റെ രാസപരമായി ഏറ്റവും ചെറിയ കണമാണ് ആറ്റം. ആറ്റത്തിൽ 3 സബാറ്റോമിക് പാർട്ടിക്കിൾ ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ആണ്. അതിൽ പ്രോട്ടോണും ന്യൂട്രോണും ആറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോണുകൾ എന്ന് വിളിക്കും. നമുക്കൊരു ബോർ മാതൃക ആറ്റത്തിന്റെ വരച്ചു നോക്കിക്കഴിഞ്ഞാൽ ആറ്റത്തിൻ്റെ ഉള്ളിൽ ഏറ്റവും സെൻട്രലായിട്ട് നമ്മൾ കാണപ്പെടുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ന്യൂക്ലിയസ് എന്നുള്ളത്. ആ ന്യൂക്ലിയസിനുള്ളിലാണ് പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത്. ഓക്കെ, ആ പ്രോട്ടോണിനെയും ന്യൂട്രോണും ഉള്ള ആ ന്യൂക്ലിയസിനെ ചുറ്റി ഇലക്ട്രോൺസ് കാണപ്പെടും. എന്തെന്നാ കാണപ്പെടുക? ഇലക്ട്രോൺസ് കാണപ്പെടും. ഓക്കെ, ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് ഏതിൽ കൂടെയാണ്? ഒരു ഇമാജിനറി പാത്തിൽ കൂടെയാണ്. ആ ഇമാജിനറി പാത്തിനെ വിളിക്കുന്ന പേരാണ് ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു ആറ്റത്തിൻ്റെ ബോർ മാതൃകയാണ്. ഞാനൊരു റഫ് ഫിഗറാണ് വരച്ചിരിക്കുന്നത്.
ഈ സെൻട്രലിൽ കാണപ്പെടുന്ന ഭാഗമാണ് ആറ്റത്തിന്റെ എന്ത് ന്യൂക്ലിയസ് എന്ന് പറയപ്പെടുന്നത്. എന്താണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ആണിത്. ഇതിൻ്റെ അകത്ത് ആരുണ്ട്? പ്രോട്ടോണും ഉണ്ട് ന്യൂട്രോണും ഉണ്ട്. ഇവരെ രണ്ടുപേരെയും കൂടി ചേർത്തിട്ട് എന്ത് പേര് വിളിക്കും? ന്യൂക്ലിയോണുകൾ എന്ന് വിളിക്കും. എന്തെന്നാ വിളിക്കുക? ന്യൂക്ലിയോൺസ് എന്ന് വിളിക്കും. ആരെ? പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ചേർത്തിട്ട്. പിന്നെ ഉള്ളത് ഏറ്റവും ഈ ന്യൂക്ലിയസിന് പുറമേ കാണപ്പെടുന്നതാണ് എന്ത്? ഇലക്ട്രോൺസ് എന്ന് അറിയപ്പെടുന്നത്. എന്തെന്നാ കാണപ്പെടുക? ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന ആ പർട്ടിക്കുലർ പാത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓർബിറ്റ് അഥവാ ഷെൽ എന്ന് വിളിക്കും. എന്തെന്നാ വിളിക്കുക? ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് വിളിക്കും. ഓക്കെ, ഇതാണ് ഒരു ആറ്റം മാതൃക. അപ്പോൾ ആറ്റത്തിന്റെ സെൻട്രലിൽ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന്റെ അകത്ത് ന്യൂട്രോണും അതുപോലെ തന്നെ എന്തുണ്ട്? പ്രോട്ടോണും ഉണ്ട്. ഈ ന്യൂട്രോണിനെയും പ്രോട്ടോണിനെയും കൂടി കൂടിച്ചേർന്ന് വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോണുകൾ എന്ന് വിളിക്കും. ഓക്കെ, അതില് പ്രോട്ടോണിന് എന്ത് ചാർജാ ഉള്ളേ? പോസിറ്റീവ് ചാർജ്. അപ്പൊ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിനുള്ളിലാണ് ആര് കാണപ്പെടുക? ന്യൂക്ലിയസിനുള്ളിലാണ് ഒരാറ്റം. ആറ്റത്തിൻ്റെ ഷെല്ല് ന്യൂക്ലിയസിൻ്റെ അകത്ത് പ്രോട്ടോൺ ഉണ്ട് ന്യൂട്രോൺ ഉണ്ട്. അതിൽ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്. അതിൽ പുറമേ കാണപ്പെടുന്ന ഇലക്ട്രോണിന്, ഈ ഇലക്ട്രോണിന് എന്ത് ചാർജാ ഉള്ളത്? നെഗറ്റീവ് ചാർജാ ഉള്ളത്. ഇലക്ട്രോണിന് എന്ത് ചാർജാ ഉള്ളത്? നെഗറ്റീവ് ചാർജാ ഉള്ളത്. ഈ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ന്യൂട്രോണിന് ചാർജ് ഇല്ല. ചാർജ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ന്യൂക്ലിയസ് മൊത്തം എടുത്തു കഴിഞ്ഞാൽ ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. പക്ഷെ ഒരു ആറ്റം മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആറ്റം ഒരു ന്യൂട്രൽ ആണ് എന്ന് പറഞ്ഞാൽ ആറ്റത്തിന് ചാർജ് ഉണ്ടായിരിക്കില്ല. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആറ്റത്തിൽ ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ആണ് ഉള്ളത്. അപ്പോൾ ഈക്വൽ പോസിറ്റീവും ഈക്വൽ നെഗറ്റീവും കൂടി വരുമ്പോൾ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെത് 0 ആയിട്ട് മാറും. ഓക്കെ, പക്ഷേ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് എന്താണ്? പോസിറ്റീവ് ചാർജാണ്. ശ്രദ്ധിച്ചേ, ആറ്റത്തിലെ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ആറ്റത്തിലെ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും ന്യൂട്രോണിന് ചാർജ് ഇല്ലാത്ത അവസ്ഥയിലുമാണ് കാണപ്പെടുക. അതിൽ ഓർബിറ്റുകൾ അതല്ലെങ്കിൽ ഷെല്ലുകൾ എന്ന് പറയുന്ന സാങ്കല്പിക പാത്തിക്കൂടെയാണ്, ഒരു പാതയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത്. എന്തിനെ ചുറ്റുന്നത്? ന്യൂക്ലിയസിനെ ചുറ്റുന്നത്. ഓക്കെ, അപ്പോൾ ചോദ്യം എന്തായിരുന്നു എന്ന് മനസ്സിലായോ? താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ നിന്ന് ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 12ാമത്തെ ചോദ്യം, ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? 12ാമത്തെ ചോദ്യം, ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? ഓപ്ഷൻ എ അലൂമിനിയം, ഓപ്ഷൻ ബി കോപ്പർ, ഓപ്ഷൻ സി ഇരുമ്പ്, ഓപ്ഷൻ ഡി സിങ്ക്. ഉത്തരം ഓപ്ഷൻ ഡി സിങ്ക് ആണ്. ഓക്കെ, വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുവിനെ വിളിക്കുന്ന, ലോഹം ഏതിൽ നിന്നാണോ വേർതിരിച്ചെടുക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്ന? ധാതുവിനെ വിളിക്കുന്ന പേരാണ് അയിരെന്ന് വിളിക്കുന്നത്. ഓക്കെ, ലോഹം വേർതിരിച്ചെടുക്കുന്ന ലോഹധാതുവിനെ വിളിക്കുന്ന പേരാണ് അയിര്. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അലൂമിനിയവും മൂലകങ്ങൾ തന്നിട്ടുണ്ട്, അതിൻ്റെ അയിരുകളും തന്നിട്ടുണ്ട്. നോക്കൂ, അലൂമിനിയത്തിൻ്റെ അയിരുകളാണ് ബോക്സലൈറ്റ്, ക്രിയോലൈറ്റ് എന്നിവ. അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സലൈറ്റും ക്രിയോലൈറ്റും. ചെമ്പിൻ്റെ അയിരാണ് മാലക്കൈറ്റും ചാൽക്കൊലൈറ്റും. ചെമ്പിൻ്റെ അയിരാണ് മാലക്കൈറ്റും ചാൽക്കൊലൈറ്റും. ഇരുമ്പ് അതിൻ്റെ അയിരുകളാണ് മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, അയൺ പൈറൈറ്റിസ്. ദെൻ മെർക്കുറി, സിന്നബാർ, തോറിയം, മോണോസൈറ്റ്. ഓർത്തിരിക്കണേ, അലൂമിനിയം ബോക്സൈറ്റ് ക്രിയോലൈറ്റ്, ചെമ്പ് മാലക്കൈറ്റ് ചാൽക്കൊലൈറ്റ്, അതുപോലെ തന്നെ ഇരുമ്പ് മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, അയൺ പൈറൈറ്റിസ്. മെർക്കുറിയുടെ സിന്നബാർ ആണ്, തോറിയത്തിൻ്റെത് മോണോസൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അയിരും അത് ഏത് മൂലകമേത് അത് ഏത് അയിരിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നതെന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യം, 13ാമത്തെ ചോദ്യം, അഷ്ടമ നിയമം ആവിഷ്കരിച്ചതാര്? അഷ്ടമ നിയമം, ലോ ഓഫ് ഒക്ടേവ്സ്. എന്താണ് ലോ ഓഫ് ഒക്ടേവ്സ് ആവിഷ്കരിച്ചതാര്? ഓപ്ഷൻ എ ഡൊബറൈനർ, ഓപ്ഷൻ ബി ന്യൂലാൻഡ്സ്, ഓപ്ഷൻ സി മെൻഡലീവ്, ഓപ്ഷൻ സി മോസ്ലി. ഉത്തരം ഓപ്ഷൻ ബി ന്യൂലാൻഡ്സ് ആണ്. ഉത്തരം ഓപ്ഷൻ ബി ന്യൂലാൻഡ്സ്. ഏതാണ് അഷ്ടമ നിയമം ആവിഷ്കരിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ന്യൂലാൻഡ്സ്. ഓക്കെ, ന്യൂലാൻഡ്സ്. അപ്പോൾ പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, പുരാതന കാലം തൊട്ടേ അറിയാവുന്ന മൂലകങ്ങളെ വേർതിരിക്കുന്ന
എന്താണ് ആ വേർതിരിക്കുന്ന പരിപാടി ആരംഭിച്ചിരുന്നു. അപ്പോൾ അതിൽ ന്യൂലാൻഡ്സ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഈ അഷ്ടമ നിയമം കൊണ്ടുവന്നത്. ഇതിൽ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്തത് അന്ന് അറിയപ്പെട്ടിരുന്ന 56 മൂലകങ്ങളെ അദ്ദേഹം ക്രമമായിട്ട് എഴുതിയപ്പം ഓരോ 8ാമത് വരുന്ന മൂലകത്തിൽ നമ്മുടെ സംഗീതത്തിലെ എന്താ പറയാ സരിഗമ പധനി കഴിഞ്ഞിട്ട് സാ റിപ്പീറ്റ് വരുന്നത് പോലെ ഇവിടെ 8ാമത്തെ മൂലകത്തിന് ആദ്യത്തെ മൂലകത്തിന്റെ ആവർത്തന സ്വഭാവങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തി. 8ാമത് വരുന്ന 1 മുതൽ 8 വരെ എഴുതി ആ 8ാമത്തെ മൂലകത്തിന് 1ാമത്തെ മൂലകത്തിന്റെ സിമിലാരിറ്റി വന്നപ്പോൾ അദ്ദേഹം അതിനെ വിളിച്ച പേരാണ് ലോ ഓഫ് ഒക്ടേവ്സ് അല്ലെങ്കിൽ അഷ്ടമ നിയമം എന്ന് പറയും. ഓക്കെ, സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായിട്ട് അദ്ദേഹം എന്ന് വെച്ചാൽ നമ്മൾ സരി ഗ മ പ ദ നീ കഴിഞ്ഞിട്ട് എഗെയിൻ സാ വരുന്നത് പോലെ തന്നെ ഇവിടെ എന്താണ് 1ാമത്തെ മൂലകത്തിനോട് സിമിലാരിറ്റി 8ാമത്തെ മൂലകം കാണിക്കുന്നതായിട്ട് കണ്ടു. അദ്ദേഹം പിന്നെ അത് പ്രപ്പോസ് ചെയ്തെടുത്തതാണ് എന്തായിട്ട് അഷ്ടമ നിയമമായിട്ട് പ്രപ്പോസ് ചെയ്തെടുത്തത്. ഓക്കെ, ഇനി ഡൊബറീനർ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. സമാന ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന 3 മൂലകങ്ങളെ ഉൾപ്പെടുത്തി തൃകങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആണ്. ഡൊബറീനർ കൊണ്ടുവന്നത് തൃകങ്ങൾ എന്ന് പറയുന്ന ആശയമാണ്. എന്ന് വെച്ചാൽ ഒരേ ഗുണങ്ങൾ കാണിക്കുന്ന 3 ഗ്രൂപ്പുകളാക്കി മൂലകങ്ങളെ വേർതിരിച്ച ആളാണ് ഡൊബറൈനർ എന്ന് പറയുന്നത്. പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? മെൻഡലീവ് ആണ്. ആൻഡ് ഏറ്റവും പുതിയ ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹെൻറി മോസ്ലി ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണേ. 14ാമത്തെ ചോദ്യം, ജലത്തിലെ ഘടകമൂലകങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ ഹൈഡ്രജൻ നൈട്രജൻ, ഓപ്ഷൻ ബി നൈട്രജൻ ഓക്സിജൻ, ഓപ്ഷൻ സി ഹൈഡ്രജൻ ഓക്സിജൻ, ഓപ്ഷൻ ഡി ഓക്സിജൻ കാർബൺ. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. നമുക്കറിയാം ജലം എന്ന് പറയുന്നത് ആരാണ്? H2O ആണ്. വാട്ടർ എന്ന് പറയുന്നത് ആരാണ്? 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്നതാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ഹൈഡ്രജനും ഓക്സിജനുമാണ്. ജലത്തിലെ ഘടകമൂലകങ്ങൾ ഹൈഡ്രജനും ഓക്സിജനും. 15ാമത്തെ ചോദ്യം, തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ ബേക്കലൈറ്റ്, ഓപ്ഷൻ ബി മെലാനിൻ ഫോർമാൽഡിഹൈഡ്, ഓപ്ഷൻ സി പോളിസ്റ്റർ, ഓപ്ഷൻ ഡി PVC. ഉത്തരം PVC ആണ്. തെർമോപ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ ഏതെന്നായിരുന്നു ചോദ്യം. ഉത്തരം PVC. തെർമോപ്ലാസ്റ്റിക്കിന് മറ്റുദാഹരണങ്ങൾ നോക്കിയാൽ നൈലോൺ ഉണ്ട്, പോളിത്തീൻ ഉണ്ട്, പോളിസ്റ്റെറീൻ ഉണ്ട്. നൈലോൺ, പോളിത്തീൻ, പോളിസ്റ്റെറീൻ ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? തെർമോപ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ ആണ്. ഇനി എന്താണ് ഈ തെർമോപ്ലാസ്റ്റിക് എന്ന് നോക്കിയാൽ ഇവർ ചൂടാകുമ്പോൾ മൃദുവാകുകയും തണുത്താൽ ഉറയുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ് എന്തെന്ന് പറയുന്നത്? തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, ചൂടാകുമ്പോൾ മൃദുവാകുകയും തണുത്താൽ അവർ എന്താണ് ഉറയുകയും ചെയ്യുന്ന ആ പ്ലാസ്റ്റിക്കിനെ പറയുന്ന പേരാണ് എന്ത്? തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അടുത്ത ഒരു ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് ഉണ്ട്, അതെന്ന് പറയുന്നത് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. ഒരിക്കൽ മാത്രം ചൂടാക്കി രൂപം മാറ്റുവാൻ കഴിയുന്ന പ്ലാസ്റ്റിക്കുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? തെർമോപ്ലാസ്റ്റിക്കുകൾ, തെർമോസെറ്റിക് പ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നത് കേട്ടോ. സെറ്റിംഗ് പ്ലാസ്റ്റിക്. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് ആണ് പോളിത്തീൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 16ാമത്തെ ചോദ്യം, ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നത് ഏത് താപപ്രസരണത്തിലുള്ള ഉദാഹരണമാണ്? ഇത് ഫിസിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്ഷൻ എ സംവഹനം, ഓപ്ഷൻ ബി ചാലനം, ഓപ്ഷൻ സി വികിരണം, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഉത്തരം ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നത് വികിരണം വഴിയാണ്. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിക്കുന്നത് താപത്തിന്റെ ഏത് പ്രശ്നം വഴിയാണ്? വികിരണം വഴിയാണ്. അതായത് താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനെ അല്ലെങ്കിൽ പ്രവഹിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് താപപ്രേഷണം എന്ന് പറയുന്നത്. ഈ താപപ്രേഷണം പ്രധാനമായിട്ടും 3 തരത്തിലാണ് നടക്കുന്നത്: ചാലനം, സംവഹനം, വികിരണം. താപപ്രേഷണം നടക്കുന്നത് 3 വിധത്തിലാണ്: ചാലനം, സംവഹനം ആൻഡ് വികിരണം. ചാലനം, സംവഹനം, വികിരണം എന്നീ 3 മെത്തേഡുകളിലൂടെയാണ് എന്ത് നടക്കുന്നത്? താപപ്രസരണം നടക്കുന്നത്. എന്താണ് ചാലനം നോക്കിയാൽ തന്മാത്രകളുടെ സഞ്ചാരമില്ലാതെ, പക്ഷെ ചാലനം എന്ന് പറഞ്ഞാൽ അവർ ഒരു സ്ഥലത്ത് നിന്ന് കമ്പനം ചെയ്തിട്ടായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്? താപം, അതായത് മോളിക്യൂൾസ് കമ്പനം ചെയ്യുന്നത് വഴി എന്ത് ചെയ്യും? അതിന്റെ താപപ്രസരണം നടക്കും. മനസ്സിലായോ? തന്മാത്രകളുടെ സഞ്ചാരം ഉണ്ടാവില്ല, പകരം അവയുടെ കമ്പനം മൂലം താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രവഹിക്കുന്നതാണ്. ഖരപദാർത്ഥങ്ങളിൽ താപം പ്രസരിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്?
പറയുന്നത്? ഈ ചാലനം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കമ്പന മൂലം, ചാലനം എന്ന് ഓർക്കുമ്പോൾ കമ്പന മൂലം എന്താണ് താപം പ്രസരണം ചെയ്യുന്ന രീതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ചാലനം എന്ന് വിളിക്കുക. രണ്ടാമത്തെ മെത്തേഡ് സംവഹനമാണ്. സംവഹനം എന്ന് പറഞ്ഞാൽ ഇവിടെ ചലനം വഴിയാണ് നടക്കുന്നത്. ചലനം വഴി സ്വാഭാവികമായിട്ടും താപം ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന രീതിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കടൽ കാറ്റും കരക്കാറ്റും ഒക്കെ. അതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? സംവഹനം വഴി താപം പ്രസരിക്കുന്ന രീതിക്ക് എക്സാമ്പിളാണ്. മൂന്നാമത്തെ മെത്തേഡ് വികിരണമാണ്. വികിരണം എന്ന് പറയുന്നത് നമ്മുടെ സൂര്യനിൽ നിന്ന് നമുക്ക് ഇവിടേക്ക് താപം, ഭൂമിയിലേക്കൊക്കെ താപം എത്തുന്ന രീതിയാണ്. ഇവിടെ ഒരു മാധ്യമത്തിൻ്റെ സാന്നിധ്യം വേണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു താപപ്രേഷണ രീതിനെയാണ് നമ്മൾ വികിരണം എന്ന് വിളിക്കുന്നത്. 3 തരത്തിൽ താപപ്രേഷണം നടക്കും: ചാലനം, സംവഹനം, വികിരണം. അതിൽ ചാലനം കമ്പനം മൂലം താപപ്രേഷണം നടക്കുന്നതാണ്. സംവഹനം എന്ന് പറഞ്ഞാൽ കടൽക്കാറ്റും കരക്കാറ്റും ഉണ്ടാകുന്ന രീതിയാണ്. അതായത് അവിടെ തന്മാത്രകളുടെ ചലനം സംഭവിക്കും. മൂന്നാമത് മാധ്യമങ്ങളുടെ സഹായമില്ലാതെ സൂര്യനിൽ നിന്നൊക്കെ താപം പ്രസരിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? വികിരണം. ഓക്കെ, അപ്പം ചോദ്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം: സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷത അല്ലാത്തതേവ? ഓപ്ഷൻ അല്ല. ഒന്നാമത്തെ വസ്തുത, വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. പ്രതിബിംബത്തിന്റെ വലിപ്പം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലം വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. ചോദ്യം പറഞ്ഞത് സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏതെന്നാണ്. ഉത്തരം 2ഉം 3ഉം മാത്രം അല്ല. ഓക്കെ, അതായത് 2ഉം 3ഉം ഏതൊക്കെയാണ്? പ്രതിബിംബത്തിന്റെ വലിപ്പം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും എന്നുള്ളതല്ല. അതുപോലെ തന്നെ പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലം വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും എന്നുള്ള വസ്തുതയല്ല. അപ്പൊ ഏതൊക്കെയാണ് സമതല ദർപ്പണത്തിന്റെ സവിശേഷത? വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും എന്തിനും? പ്രതിബിംബത്തിനും. അതുപോലെ തന്നെ നാലാമത്തത്, വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും എന്ത് തന്നെയാണ്? തുല്യമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പോർഷൻ, അതായത് പ്രകാശവുമായി ബന്ധപ്പെട്ട കോൺകേവ് കോൺവെക്സ് ലെൻസും അതുപോലെ തന്നെ കോൺകേവ് കോൺവെക്സ് ദർപ്പണവും അത് നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. മിറേഴ്സും നോക്കി വെക്കുക. 18ാമത്തെ ചോദ്യം: ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 27 3/1 ദിവസം, ഓപ്ഷൻ ബി 28 ദിവസം, ഓപ്ഷൻ സി 24 മണിക്കൂർ, ഓപ്ഷൻ ഡി 27 മണിക്കൂർ. ചന്ദ്രന് ഭ്രമണം ചെയ്യാൻ 27 3/1 ദിവസമാണ് വേണ്ടത്. നോക്കിയേ, ചന്ദ്രന്റെ പരിക്രമണ കാലം കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരുപോലെയാണ്. 27.3 ദിവസമാണ്. അതായത് 27 ദിവസം 7 മണിക്കൂർ 43 മിനിറ്റാണ് ആവശ്യം. ഭ്രമണവും പരിക്രമണവും തുല്യമായ ആകാശഗോളമാണ് ചന്ദ്രൻ. ഒരു ചാന്ദ്രമാസം എന്ന് പറയുന്നത് 29.5 ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സെലനോളജി എന്നാണ്. അതുപോലെ ചന്ദ്രനിലെ ആകാശത്തിന്റെ നിറം കറുപ്പാണ്. പിന്നെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ 1/6 ചന്ദ്രനിൽ അറിയപ്പെടുന്നത്. ഓർത്തു വെച്ചേക്കണേ, ചന്ദ്രനിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ 1/6 അനുഭവപ്പെടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 19ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിന്റെ ചലനം ഏതു തരം ചലനമാണ്? നമ്മൾ പെൻസില് കോമ്പസിൽ ഘടിപ്പിച്ച് ഇങ്ങനെ വട്ടം വരയ്ക്കത്തില്ലയോ, അത് ഏത് തരം ചലനമാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ദോലനം, ഓപ്ഷൻ ബി ഭ്രമണം, ഓപ്ഷൻ സി നേർരേഖാ ചലനം, ഓപ്ഷൻ ഡി വർത്തുള ചലനം. ഉത്തരം വട്ടത്തിലല്ലേ വരയ്ക്കുന്നത്, അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? വർത്തുള ചലനം എന്നാണ്. ഓക്കെ, നോക്കിയേ, വൃത്തപാതയിൽ കൂടിയുള്ള ചലനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വർത്തുള ചലനം എന്ന് വിളിക്കുക, അല്ലെങ്കിൽ സർക്കുലർ മോഷൻ എന്ന് വിളിക്കുക. ഒരു കല്ല് നമ്മൾ ചരടിൽ കെട്ടി കറക്കുക എന്ന് വിചാരിക്കുക. ഇങ്ങനെ ചരടിൽ കെട്ടിയിട്ട് ഇങ്ങനെ കറക്കിയാലും അതിൻ്റെ വൃത്തപാതയിലുള്ള ആ ചലനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സർക്കുലർ മോഷൻ അല്ലെങ്കിൽ വർത്തുള ചലനം എന്ന് വിളിക്കുന്നത്. പിന്നെ ഓപ്ഷനിൽ പറഞ്ഞ ഭ്രമണം എന്താ? റൊട്ടേഷൻ എന്താണ്? നമുക്കറിയാം, ഭൂമി അതിൻ്റെ എന്ത് ചെയ്യും? അച്ചുതണ്ടിൽ സ്വയം ഇങ്ങനെ കറങ്ങുന്നുണ്ട് അല്ലേ? അതായത് അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഭ്രമണം എന്ന് വിളിക്കുക, റൊട്ടേഷൻ എന്ന് വിളിക്കുക. ദോലനം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി
ഒരു വസ്തുവിൻ്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനത്തിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഒരു വസ്തുവിനെ ഇത് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ദോലനം എന്ന് വിളിക്കുന്നത്. നേർരേഖാ ചലനം നിങ്ങൾക്ക് അറിയാലോ, മാങ്ങ ഞെട്ടറ്റ് വീഴുന്നതൊക്കെ, ഏതെങ്കിലും ഒരു ഫലം ഞെട്ടറ്റ് വീഴുന്നതൊക്കെ നേർരേഖാ ചലനത്തിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആ മോഷനുമായിട്ട് ബന്ധപ്പെട്ടത്. ചലനം എന്ന് പറയുന്ന പോഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ഈ ഒരു ഇതിൽ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ആൻഡ് 20ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ഊർജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ ഏതെന്നാണ് ചോദ്യം. ജലം, ഓപ്ഷൻ എ ജലം, ഓപ്ഷൻ ബി നീരാവി, ഓപ്ഷൻ സി ഐസ്, ഓപ്ഷൻ ഡി മൂന്നിനും തുല്യ ഊർജമാണ്. ഇവിടെ ഉത്തരം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഊർജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ ഏതാണ്? അത് നീരാവിയാണ്. ഉത്തരം നീരാവിയാണ്. എങ്ങനെയാണ് ഈ നീരാവി ഇത്ര ഊർജമുള്ളതായി മാറുന്നതെന്ന് അറിയണമെങ്കിൽ പദാർത്ഥത്തിന്റെ ഓരോ അവസ്ഥകളെ പറ്റി നമ്മൾ അറിയണം അല്ലേ. അതില് ജലം, ഐസ്, നീരാവി 3 അവസ്ഥകളാണ്. ഐസ് എന്ന് പറയുന്നത് എന്താണ്? ഐസ് ഖരാവസ്ഥയിലുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഐസ് ഖരാവസ്ഥയിലാണ്. ജലം എന്തവസ്ഥയിലാണ്? ദ്രാവകാവസ്ഥയിലാണ്. ജലം എന്തവസ്ഥയിലാണ്? ജലം ദ്രാവകാവസ്ഥയിലാണ്. നീരാവി എന്തവസ്ഥയിലാണ്? നീരാവി വാതകാവസ്ഥയിലാണ്. ഓക്കെ, നീരാവി, ദ്രാവകം, വാതകം, ഖരം 3 അവസ്ഥയിലുള്ളത് ജലത്തിന്റെ 3 രൂപങ്ങളാണ് അല്ലെ. ജലം ദ്രാവകാവസ്ഥയിൽ, ഐസ് ഖരാവസ്ഥയിൽ, നീരാവി വാതകാവസ്ഥയിൽ. ഇതില് ഐസ് എന്ന് പറയുന്ന ഖരാവസ്ഥ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഖരാവസ്ഥയിൽ ഇരിക്കുന്ന മോളിക്യൂൾസിന്, ഖരാവസ്ഥയിൽ ഇരിക്കുന്ന മോളിക്യൂൾസ് എങ്ങനെയായിരിക്കും? അവരുടെ മോളിക്യൂൾസ് ഭയങ്കര ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. കണ്ടോ, ഇങ്ങനെയായിരിക്കും. ക്ലോസ്ലി പാക്ഡ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തായിരിക്കും എന്ത് ചെയ്യുന്നത്? അവരുടെ മോളിക്യൂൾസ് സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലാവും? സ്പേസ് ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ എന്തല്ല, ഇവര് ഈ മോളിക്യൂൾസിന് അല്ലെങ്കിൽ ഇതിന്റെ ഈ തന്മാത്രകൾക്ക് ഓടുന്നതിനോ അല്ലെങ്കിൽ എന്താ അവർക്കൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് അവർക്കൊരു വ്യക്തമായിട്ടുള്ള ഖരാവസ്ഥയിലുള്ള വസ്തുക്കൾ വ്യക്തമായിട്ടുള്ള ആകൃതി ലഭിക്കുന്നത്. ഓക്കെ, ഇനി ദ്രാവകാവസ്ഥ എടുത്തു കഴിഞ്ഞാൽ ഖരത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി അവർ ഫ്രീ ടു മൂവ് ആണ്. കുറച്ചും കൂടി സ്പേസ് ഉണ്ടായിരിക്കും മോളിക്യൂൾസിന്റെ ഇടയിൽ. അപ്പൊ അവർക്ക് കുറച്ചും കൂടി കൈനറ്റിക് എനർജി കിട്ടും. അപ്പൊ അവർക്ക് എന്താണ്? കുറച്ചുകൂടി മൂവ്മെന്റിനുള്ള സാധ്യതയുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ജലം എന്ന് പറയുന്നത്. പക്ഷെ നീരാവി എന്ന് പറഞ്ഞാൽ അപ്പൊ മൂവ്മെന്റ് അകലം കൂടുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? ഊർജം എന്ത് ചെയ്യും? കൂടും. ഖരാവസ്ഥയിലുള്ള വസ്തുക്കൾ മോളിക്യൂൾസ് ഭയങ്കര ക്ലോസ്ലി പാക്ഡ് ആണ്, അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് എന്തില്ല, അവര് തമ്മിൽ അവർക്ക് മോളിക്യൂൾസിന് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക ഒരു റൂമിന്റെ അകത്ത് നിങ്ങൾ പൂട്ടിയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുക, കുറെ ആൾക്കാരെ ആ റൂമിന്റെ കപ്പാസിറ്റിക്ക് കൂടുതലുള്ള കുറെ ആൾക്കാരെ കൂട്ടിയിട്ട് നിങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും? അടുത്തടുത്ത് നിൽക്കില്ലേ? അതേപോലെ തന്നെയാണ്. എന്താ പറഞ്ഞാൽ ഒരു റൂമിൻ്റെ അകത്ത് 2-3 ഒരു അതിൻ്റെ കപ്പാസിറ്റീൻ്റെ പകുതി ആൾക്കാരെ ഉള്ളൂ എന്ന് വിചാരിക്കുക. അതൊരു ജലത്തിൻ്റെ അവസ്ഥയായിട്ട് നമുക്ക് വിചാരിക്കാം. ആൻഡ് ആ റൂമിൻ്റെ അകത്ത് ഒരാളെ ഉള്ളൂ അല്ലെങ്കിൽ 2 പേരേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? ആ റൂമിൻ്റെ അകത്ത് ധാരാളം സ്പേസ് കിട്ടും ഓടിക്കളിക്കാനൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ദ്രാവകാവസ്ഥ എടുത്തു കഴിഞ്ഞാൽ ഖരാവസ്ഥയെ അപേക്ഷിച്ച് അവർക്ക് എന്താണ്? അവർക്ക് കുറച്ചും കൂടി സ്പേസ് ഉള്ളതുകൊണ്ട് കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. പക്ഷെ നീരാവി അല്ലെങ്കിൽ വാതകാവസ്ഥയിലുള്ള ഒരു പദാർത്ഥം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ മൂലകങ്ങളിലെ അല്ലെങ്കിൽ ഈ വാതകത്തിന്റെ എന്താ പറയാ അത് നിർമ്മിച്ചിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സ്പേഷ്യസ് ആയിട്ടായിരിക്കുക. അതായത് ഇൻ ബിറ്റ്വീൻ അവരുടെ ഇടയിൽ എന്തുണ്ട്? കുറേ അകലത്തിലാണ് ഇവർ ഇരിക്കുന്നത്. അതിൻ്റെ എന്താണ് അത് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥ ആറ്റം ആയിക്കോട്ടെ മോളിക്യൂൾ ആയിക്കോട്ടെ അതെന്താണ്? കുറേ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഫ്രീ ടു മൂവ് ആണ്. അതായത് ഇവർക്ക് എന്ത് ചെയ്യാൻ? ചലിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചലിക്കുമ്പോൾ എന്ത് കിട്ടും? ഊർജം കിട്ടും. അപ്പോൾ ഇവരുടെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഗതികോർജം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ വാതക അവസ്ഥയിലായിരിക്കും എന്ത്? ജലത്തിൻ്റെ ഏതവസ്ഥയിലാണ് കൂടുതൽ ഊർജം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതവസ്ഥയിലാണ് കൂടുതൽ ഊർജം ഉണ്ടായിരിക്കുക? വാതക അവസ്ഥയിലാണ് കൂടുതൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇത്രയാണ് ഗാന്ധി ബോർഡ് LDCയുടെ പ്രിലിം സ്റ്റേജ് 2 ചോദിച്ച സയൻസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, താങ്ക് യു.